പൊണോഗ്രഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ സ്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. ഡോക്ടർ ഗാരി വിൽസൺ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള ചില ബ്രെയിൻ സ്കാൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി, നിങ്ങളുടെ മകൻ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവർ ഒരിക്കലും ഇല്ല, എൻ്റെ മകൻ എന്താണ് മുത്തഖയായിട്ടുള്ള മുഹ്സിനായിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവൻ്റെ സ്കൂളിൽ ഇതിൻ്റെ ഡീലിംഗ് നടത്തുന്നതിൻ്റെ ഒരു കാരണക്കാരൻ പോലും അവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള വാഫി ആണ് നമ്മുടെ കൂടെയുള്ളത്. ഖത്തറിലെ സൈക്കോളജിസ്റ്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതെനിക്ക് വാഫിയോട് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവെ കുട്ടികൾ ഇപ്പോൾ പല ആളുകൾക്കും പേടിയാണ്, ഈ സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്നത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ള നമ്മൾ പത്രമാധ്യമങ്ങളിലും ബാക്കിയൊക്കെ വായിച്ചു വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നിലവിലെ അവസ്ഥ? സൂയിസൈഡ് ടെൻഡൻസി എന്തുകൊണ്ട് വരുന്നു, എന്താണ് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും വിശദീകരിക്കുകയാണെന്ന്. സൂയിസൈഡ് റേറ്റ് എന്നുള്ളത് അത് കൂടി വരികയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷം കുട്ടികൾ സൂയിസൈഡിൽ ചെയ്യുന്നതിൻ്റെ ആ ടെൻഡൻസിയും അതുപോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സൊക്കെ ഭയങ്കര കൂടിയിട്ടുണ്ട്. സൂയിസൈഡൽ അറ്റംപ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എനിക്ക് തന്നെ കിട്ടുന്ന കേസുകളിൽ ഇപ്പോൾ കൈ മുറിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ സൂയിസൈഡിന് വേണ്ടി സ്പെസിഫിക് ആക്ഷൻസ് എടുത്തിട്ട് പാരൻസ് പിടിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ബ്ലേഡുമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ചില കേസുകൾ അത് ശരിക്കും കുറേ മുന്നേ നമുക്ക് അങ്ങനെ അത്ര കൂടുതൽ കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര കൂടിയിട്ടുണ്ട്. ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു പ്രോബ്ലമാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അധിക പാരൻസും അതിനെ അഡ്രസ്സ് ചെയ്യുക വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫേസിലാവുമ്പോഴാണ്. അതിന് മുന്നേ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി പ്രിവെൻറ്റ്, ഒരു വലിയ ക്രൈസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിലിപ്പോൾ നിങ്ങളൊരു അനുഭവം വെച്ചപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളെയും ശ്രമിക്കാന്നതിൻ്റെ അപ്പുറമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പാലക്കാട് സ്കൂളിൽ സംഭവിച്ച്, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവിച്ച്, ഈ കുട്ടികളെ മാനസികാവസ്ഥ ശരിക്കും അതിലെന്താണ് വരുന്നത്? പിന്നെ കുട്ടികളത് ഇപ്പോൾ പൊടുന്ന് തന്നെ വരുന്നതാണോ, അതോ ഓൾറെഡി അങ്ങനെ ഒരു ടെൻഡൻസി അവരെടുത്ത് ഉണ്ടാവുമോ? എന്താണൊരു മറ്റേ ബ്രോഡ് വേയിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളൊരു നമുക്ക് എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നുള്ളത്? സൂയിസൈഡൽ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. സൂയിസൈഡുകൾ തന്നെ 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് കോൺടെംപ്ലേറ്റീവ് സൂയിസൈഡ് അല്ലെങ്കിൽ പ്രീ മെഡിറ്റേറ്റഡ് സൂയിസൈഡ് എന്ന് അതിന് പറയും. രണ്ടാമത്തത് ഇമ്പൾസീവ് റിയാക്ഷണറി സൂയിസൈഡാണ്. ഒന്നാമത്തത് വളരെ ക്ലിയറായിട്ട് കുട്ടി എന്താണ് പ്ലാൻ ചെയ്യുന്നു, ഞാൻ ഇത്ര സമയം കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതം മടുത്തു, ഇനി എനിക്ക് മുന്നോട്ട് പോകണ്ട, ഭയങ്കര സങ്കടത്തിൽ വിഷമത്തിൽ അവരൊന്ന് പ്ലാൻ ചെയ്യും, ഞാൻ ഇന്നത് ചെയ്തിട്ട് സൂയിസൈഡിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു പ്ലാനിങ് ഉള്ളൊരു സംഭവമാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തത് ഇമ്പൾസീവാണ്. ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഒരു ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ, പെട്ടെന്നൊരു എടുത്തുചാട്ടം, ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ചാടുക, അങ്ങനെയുള്ളത് ഇമ്പൾസീവ്. രണ്ടാമത്തത് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കൗൺസിലിങ്ങും അതിനുള്ള മെൻറ്ററിങ്ങും അതിനുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഗ്രോത്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാമത്തത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് കാണാൻ പറ്റും. ആ കുട്ടി സംസാരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും ഫ്യൂച്ചറിനെ പറ്റി എത്രത്തോളമുള്ള സംസാരം അവൻ്റെ മനസ്സിലുണ്ടാകില്ല. ഇനി ഫ്യൂച്ചറിനെ പറ്റി കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവന് ഉത്തരം പറയാം. അവന് ഭാവി പ്ലാൻസുകൾ അത്ര കൂടുതലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻസ് ചോദിക്കും. എന്താണ് കരിയർ പ്ലാൻസ്, വാട്ട് ആർ യുവർ പ്രൊഫഷണൽ ഗോൾസ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിൽ ചില കുട്ടികൾ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും റെഡ് അലേർട്ടാണ് നമ്മുടെ സൈക്കോളജിക്കൽ ബ്രെയിനിൽ വരിക. കാരണം അതൊരു ഹ്യൂജ് റെഡ് ഫ്ലാഗാണ്. അതുപോലെ തന്നെ വളരെ വലിയൊരു പേഴ്സണാലിറ്റി ഷിഫ്റ്റ് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കുട്ടികളിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കേസാണ്. ആ കുട്ടി ബേസിക്കലി ചെയ്തത് അവന് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ പ്ലേ സ്റ്റേഷൻ PS4 എന്താണ് വേറൊരാൾക്ക് പെട്ടെന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാരൻറ്റ് വിചാരിച്ച എന്താണ് ഇവനെന്താണ് ഗെയിമിൽ നിന്നൊക്കെ മാറി നന്നാവാനുള്ള ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ അവരെ കണ്ടത്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന പേഴ്സണൽ ബിലോങ്ങിങ്സ് ആളുകൾ കൊടുത്തത് എന്തിനാണ്? ഹീസ് ഗോയിങ് എനിവേ, അവൻ എന്തായാലും എന്താണ് ഈ ജീവിതത്തിൽ നിന്ന് പോവുകയാണ്, അതുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും വലിയൊരു റെഡ് ഫ്ലാഗാണത്. അപ്പോൾ അതും നമ്മൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. അങ്ങനെ കുറേ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്, ഒരു 8-9 റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ഈ റെഡ് ഫ്ലാഗ്സ് ശരിക്കും പാരൻസിന് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്, നിർബന്ധമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഈ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ടോർച്ചർ ഉണ്ടാകും, റൈറ്റ്? കൈ ഓൾറെഡി വെട്ടുന്ന അല്ലെങ്കിൽ സ്വന്തത്തെ തന്നെ സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ്, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയുടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗ്സ് ശരിക്കും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ കണ്ടെത്തി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ടോ? ഇപ്പോൾ എൻ്റെ കുട്ടി നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ വളരെ നോർമലായിട്ടും ബാക്കി പോയിക്കൊണ്ടിരിക്കണം, പക്ഷേ നമ്മൾ അവൻ്റെ എന്തെങ്കിലും അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടോ, അതോ എങ്ങനെയായിരിക്കും അത് നോർമലായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ? അതെ, ഇതിൽ നമ്മളെന്താണ് ഓവർ സസ്പീഷ്യസ് ആയിട്ട് പാരനോയിഡ് ആവാൻ പറ്റില്ല.
ഇപ്പോൾ ചില സൂയിസൈഡൽ സിംറ്റമുകളെ പറ്റി പാരൻസോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര പാരനോയിഡ് ആകും. എൻ്റെ മക്കൾക്ക് അത് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ടല്ലോ എന്നുള്ള തോന്നൽ മനസ്സിലും അത് കെയറിങ് മൈൻഡോട് കൂടി വരുന്ന സംഭവമാണ്. ഈ അബ്നോർമൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസർ പറഞ്ഞത് ഓർമ്മയുണ്ട്, നിങ്ങൾ ഒരിക്കലും സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ ഡിസോർഡറുകളുടെ സിംറ്റമും ശരിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഡിപ്രഷൻ്റെ സിംറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നിപ്പോകും. സ്കിസോഫ്രീനിയുടെ ഏത് രോഗമാണെങ്കിലും വി ഹാവ് എ സർട്ടൻ ലെവൽ ഓഫ് റിലേറ്റബിലിറ്റി. ഈ അവസ്ഥയിലും ഇപ്പോൾ കുട്ടിയിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ല ശരിക്കും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ്. ഒരു പ്രോപ്പറായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലറിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ ഈ സിംറ്റംസ് ഏത് ഡിഗ്രിയിലാണ്, ഏത് ഇൻറ്റൻസിറ്റിയിലാണ് കുട്ടികളുള്ളതെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. റൈറ്റ്, ഒന്നെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി അത് മെഷർ ചെയ്തിട്ട് കുട്ടിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഏറ്റവും നല്ലത് ഒരു പ്രൊഫഷണൽ കൗൺസിലറാണ്. പക്ഷേ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇത് അത്ര കൂടുതലില്ല എന്നിരുന്നു കഴിഞ്ഞാലും മനസ്സിലൊരു ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടിയായിട്ടൊരു വളരെ ഹാവ് എൻ ഓപ്പൺ കോൺവെർസേഷൻ വിത്ത് ദം. ഇതിൽ നമുക്ക് ഇപ്പോൾ GCC പിന്നെ രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളതാണെങ്കിൽ കുട്ടികൾ ഹൈസ്കൂൾ മുതൽ അല്ലെങ്കിൽ പോണോഗ്രാഫി എന്നുള്ളത് ഭയങ്കര ഒരു വില്ലനായിട്ട് വരാറുണ്ട്. ഈ പോണോഗ്രാഫിയിൽ നിന്ന് കുട്ടികൾക്ക് മുക്തമാവാൻ എന്താണ് നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ള ആൾക്ക് പറയാൻ കഴിയുക? എനിക്ക് കിട്ടുന്ന അഡിക്ഷൻ കേസുകൾ ഏറ്റവും കൂടുതൽ കേസുകൾ പോണോഗ്രഫി അഡിക്ഷനാണ്. അത് കുട്ടികളിൽ മാത്രമല്ല എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള, അത് എല്ലാ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തും എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തും ഡെയിലി വേജ് വർക്കേഴ്സിൻ്റെ അടുത്തുനിന്നും അത് നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതായത് വളരെ ഓൾഡായിട്ടുള്ള ആളുകൾ, ഗ്രാൻഡ് ചിൽഡ്രനുള്ള പേരക്കുട്ടികളുടെ ആളുകളുടെ അടുത്തുനിന്ന് പോലും പോണോഗ്രഫി അഡിക്ഷൻ കേസുകൾ വളരെ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഹൈപ്പർ സെക്ഷലായിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അവബോധം കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോണോഗ്രഫിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പോണോഗ്രഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ സ്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, ഡോക്ടർ ഗാരി വിൽസൺ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള ചില ബ്രെയിൻ സ്കാൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗ്രേ മാറ്ററിൻ്റെ വോളിയം ബ്രെയിനിൽ ഭയങ്കര ഡിക്രീസ്ഡ് ആയിട്ടുണ്ട്. ബ്രെയിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഫോർ ബ്രെയിൻ്റെ ഭാഗമാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫംഗ്ഷനുകളുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ഭയങ്കര മാരകമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ട് പോണോഗ്രഫി അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അതിലുള്ള ആളുകൾക്കും സുബ്ഹാനല്ലാഹ് ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല, എങ്ങോട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. മനസ്സ് ഭയങ്കര വൾഗറായിട്ട് മാറിയിട്ടുണ്ടാകും. ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് ഇതിൻ്റെ വിഷ്വൽസ് മനസ്സിലിങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടുള്ളൊരവസ്ഥ. ഇമോഷണൽ ആപ്പത്തി ഫീൽ ചെയ്യുന്നു. സന്തോഷം തോന്നേണ്ട സന്ദർഭങ്ങളിൽ സന്തോഷം തോന്നുന്നില്ല. സന്തോഷം തോന്നേണ്ട ചില ഹാബിറ്റ്സ്, ബിഹേവിയേഴ്സ് അവർക്ക് ഓൾറെഡി ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളുണ്ട്, വേറെ സ്പോർട്സിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളുണ്ട്. പക്ഷേ അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എന്നുള്ള അവരുടെ ബ്രെയിനിലെ ഡോപ്പമിൻ സിസ്റ്റം ഫ്രൈ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പരിഹാരമായിട്ട് എന്താണ് അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത്? പ്രോപ്പറായിട്ട് ഒന്നാമത്തത് അവയർനെസ് ആണ്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക പോണോഗ്രഫി അഡിക്ഷൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ശരിക്കും ഇസ്ലാമിക് സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ശരിക്കും ലിബറൽസ് പറയുന്ന പോലെ വൾഗറായിട്ടുള്ള അങ്ങനെ ഒരു സംഭവമല്ല. പക്ഷേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി എന്നുള്ള ആ ഒരു പാരഡൈമിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിനപ്പുറത്ത് ലിബറൽസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീം കോർട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടത്. സെക്സ് എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് മാൻഡറ്ററി. ഏർലി ഓൺ ക്ലാസ്സുകളിൽ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കണം. അപ്പോൾ അവരപ്പുറത്തുനിന്ന് എന്താണ് ജെൻഡർ ഡിസ്ഫോറിയ, അതുപോലെ തന്നെ പൊണോഗ്രഫി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലിബറൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് പൊണോഗ്രഫി അഡിക്ഷനിലേക്ക് കയറിയിട്ടുള്ള ആളുകളുടെ കേസ് എനിക്ക് ഡി അഡിക്ഷന് വേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ പ്രധാനപ്പെട്ടൊരു മൊഡ്യൂളായിട്ട് നമുക്ക് പൊണോഗ്രഫി എന്ന് പറയുന്നതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. അള്ളാഹു ഖുർആനിൽ ഗദ്ദുൽ ബസറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീല എന്നുള്ള ആയത്തുകൾ, കുറേ അഹാദിത്തുകളുണ്ട്. കണ്ണുകൾ കൊണ്ട് പൊണോഗ്രഫി കാണുക എന്നുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി സിന വിത്ത് ദ ഐസ്. ആ ഒരു കോൺസെപ്റ്റ് കുട്ടികൾ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റിയലി അവോയ്ഡ് ചിൽഡ്രൻ ഗോയിങ് ഇൻ ടു ദിസ്. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രിവെൻഷൻ ഈസ് ആക്ച്വലി ബെറ്റർ ദാൻ ക്യൂർ. ഇതിൽ പെട്ടുപോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തഡോളജിയിൽ ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും കുറേ കുട്ടികൾ ഇതിലേക്ക് വീണ് പോയിട്ട് ഇപ്പോൾ ഒരു റാൻഡം ഹാബിറ്റായിട്ടുള്ള കുട്ടികളുണ്ടാകും. അവർക്കത് സ്വയം അത് നമ്മൾ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹറാമാണെന്നുള്ളതും എത്രത്തോളം ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഫോർ ദം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ അത് അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂറൽ പാത്വേ ഇൻ ദ ബ്രെയിൻ. അങ്ങനത്തെ ഒരു ന്യൂറൽ പാത്വേ ബ്രെയിനിൽ ഫോം ആയിട്ടുണ്ട്. വർഷങ്ങളോളം ഇത് കാണുന്ന ചില കുട്ടികളുണ്ട്. അത് മാതാപിതാക്കൾ ഒരിക്കലും കണ്ടെത്തില്ല. അങ്ങനെ ദേ ഹാവ് മാസ്റ്റേഡ് ദി ആർട്ട് ഓഫ് ഇറേസിങ് ഹിസ്റ്ററി.
റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളെന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ മെത്തഡോളജി ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഖാഫ് അക്കാഡമിയിൽ നമ്മളതാണ് ഇൻഷാല്ലാ വെരി സൂൺ വി ആർ ഗോയിങ് ടു ഓപ്പൺ ദാറ്റ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്ലാമിക് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു 90-day ഡീടോക്സ് പ്രോഗ്രാം ബ്രെയിനിൽ നിന്ന് റീവയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡീഡിക്ഷൻ പ്രോഗ്രാം ശരിക്കും കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ഇതേപോലത്തെ ഇപ്പോൾ MDMA പോലെ ഡ്രഗ്സും പിന്നെ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും മറ്റുമൊക്കെ ആയിട്ട് തന്നെ നമ്മളൊന്നും പൊതുവേ നമ്മുടെ കുട്ടികളൊക്കെ അതിൽ വളരെ അപൂർവമാണെങ്കിൽ പോലും പക്ഷേ അത് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഈ ഇപ്പോൾ MDMA പോലത്തെ അല്ലെങ്കിൽ പിന്നെ മറ്റ് ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാവുന്ന കുട്ടികൾ അവരെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇപ്പോൾ എൻ്റെ കുട്ടി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, പക്ഷേ ഞാൻ എൻ്റെ കുട്ടികളെ എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ നമ്മളൊരു കുട്ടികളെ വാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതിൽ? ശരിക്കും ഞാൻ പറയാം, ഈ കാലഘട്ടത്തിലെ ഈ ന്യൂജൻ ടീനേജേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ മാസ്റ്റേഴ്സ് ഓഫ് കവറപ്പ്. ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ സിംറ്റംസ് കവറപ്പ് ചെയ്യാൻ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ടെക്നീക്സും ടാക്ടിക്സും ഉണ്ട്. അത് ശരിക്കും അധികം പാരൻസിനും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് ദൈറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കേസുണ്ട്. അതിൽ വിത്തൗട്ട് സെയിങ് എനി പേഴ്സണൽ ഇൻഫർമേഷൻ, കാരണം അതൊക്കെ കോൺഫിഡൻഷ്യൽ ആണല്ലോ, ടെക്നോളജി പറയേണ്ട ആവശ്യമില്ല, പറയാത്ത കുട്ടികൾക്ക് അറിയണ്ടല്ലോ. അതെ ഡെഫിനറ്റ്ലി. അപ്പോൾ അതിൽ ഒരു കുട്ടി അവന് എന്താണ് 3 കൊല്ലമായിട്ട് അഡിക്റ്റാണ്, ശരിക്കും ഫുള്ളായിട്ട് MDMA അഡിക്റ്റാണ്. അപ്പോൾ അതൊരു അൺകൺട്രോളബിൾ സ്റ്റേറ്റിലെത്തിയപ്പോഴാണ് ശരിക്കും സ്കൂളിലൊക്കെ പ്രശ്നമായപ്പോഴാണ് സ്കൂൾ അതോറിറ്റീസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും കൗൺസിലിംഗിലും ചോദിക്കുന്നതും. അപ്പോൾ അതിൽ പാരൻസായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പാരൻസിന് ഇത് തീരെ അറിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. നിങ്ങളുടെ മകൻ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവരൊരിക്കലും ഇല്ല, എൻ്റെ മകൻ എന്താണ് മുത്തഖയായിട്ടുള്ള മുഹ്സനായിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവൻ്റെ സ്കൂളിൽ ഇതിൻ്റെ ഡീലിംഗ് നടത്തുന്നതിൻ്റെ ഒരു കാരണക്കാരൻ പോലും അവനാണ്. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പാരൻസും കുട്ടികളും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. സ്പെസിഫിക്കലി GCCയിൽ അവർ വിചാരിക്കുന്നത് എന്താണ്, ഭയങ്കര ഒരു ഇസ്ലാമിക് എൻവയോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സച്ച് തിങ്സ് ഡോണ്ട് എക്സിസ്റ്റ് ഹിയർ. ചില പാരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാൻ എൻ്റെ കുട്ടിയെ നാട്ടിലേക്ക് അയക്കുന്നില്ല, ഖത്തറിലാണ് അല്ലെങ്കിൽ ദുബായിലാണ് സൗദിയിലാണ്, നാട്ടിലേക്ക് കുട്ടിയെ അയക്കുന്നില്ല. കാരണം എന്താണ്, നാട്ടിൽ ഇതിൻ്റെ ഫിത്നകളുണ്ട്. പറഞ്ഞത് ശരി തന്നെയാണ്, ഇവിടെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ GCCയിൽ നിന്ന് എനിക്ക് ഡ്രഗ് അഡിക്ഷന് കിട്ടുന്ന കേസുകളുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പാരൻസ് ഞെട്ടിപ്പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു ഗ്രൗണ്ട് റൂട്ട് റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് പാരൻസ് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിനായിട്ടുള്ള പ്രോപ്പർ ആക്ഷൻസ് അവിടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ്റെ വിഷയത്തിൽ പിന്നെ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് കൺസൾട്ടേഷന് പകരം ഞാൻ ഏറ്റവും കൂടുതൽ പാരൻസിനോട് സജസ്റ്റ് ചെയ്യുക, ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഒരു ഇസ്ലാമിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കണ്ടെത്തിയിട്ട് അവിടെ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അധികം പാരൻസും ഇതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി മനസ്സിലാക്കാതെ അതിങ്ങനെ റെഡി ആയിക്കോളും വിചാരിച്ച് മുന്നോട്ട് പോകുന്ന പാരൻസ് ഉണ്ട്. ഒരിക്കലും പാടില്ല അത്. ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ ഭയങ്കര ടോപ്പായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, മിഡിൽ പഠിക്കണം ഇതുണ്ടാവും, പക്ഷെ നമ്മൾ പാരൻസിന് ചിലപ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിനോടും കുട്ടികളോടും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് എത്ര ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കാതെ അവനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രയാസമുണ്ട്. ഓൻ ക്ലാസ്സിൽ ടോപ്പ് ആവണില്ല, അല്ലെങ്കിൽ ഓൻ ക്ലാസ്സിൽ ഇതാ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മുടെ കുട്ടിക്ക് എത്ര എന്നുള്ളത് നമുക്ക് അനുസരിച്ചുള്ള കഴിവാണ് അവർക്കും ഉണ്ടാവുള്ളൂ, അത് ഉൾക്കൊണ്ടാൽ മതി. യഥാർത്ഥത്തിൽ അങ്ങനെ കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കുട്ടികളുടെ നമ്മൾ നോക്കിക്കാണുന്ന പെർസ്പെക്റ്റീവ് എങ്ങനെയായിരിക്കും? ശരിക്കും വളരെ ടോക്സിക്കാണത്. അതായത് ഒരു പാരൻറ്റ് അവൻ്റെ ജീവിതത്തിൽ അവന് നേടാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ സബ് കോൺഷ്യസ്ലി കുട്ടികളുടെ മേത്ത് അതിങ്ങനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അവന് പറയാണ്, നീ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, നിൻ്റെ ജീവിതം ഈ റൂട്ടിലേക്കാണ് പോകേണ്ടത് എന്നുള്ള, ദാറ്റ് ഷുഡ് നോട്ട് ബി ദെയർ. ഇസ്ലാമിക്കലിയും കറക്റ്റ് അല്ല എന്നുള്ളതാണ് പറയാം. നമുക്ക് കുട്ടിയോട് പറയാം, വി ക്യാൻ ടെൽ ഹിം ഇതാണ് ഏറ്റവും ഹയറായിട്ടുള്ള മാർഗ്ഗം, അതിന് അവന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം, അതിനുള്ള അവസരങ്ങൾ കൊടുക്കാം. പക്ഷേ ഓരോ കുട്ടിയും ജനിക്കുന്നത് വളരെ യുണീക്കായിട്ടാണ്. അത് ഓരോ കുട്ടിയുടെ സൈക്കോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ യുണീക്കാണ്. അപ്പോൾ പാരൻസ് വേറെ തന്നെ ഒരു ഓറിയൻറ്റേഷനിലും കുട്ടി വേറെ തന്നെ ഒരു ഓറിയൻറ്റേഷനിലുള്ള കൊണ്ടമാനം കേസുകളുണ്ട്. പാരൻസിന് ഒരു സ്പെസിഫിക് ഫീൽഡിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്ത ടൈപ്പ് ഇൻ്റലിജൻസുകളാണുള്ളത്. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഒരാൾക്കായിരിക്കും, ചിലപ്പോൾ മറ്റാൾക്ക് എന്താണ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആയിരിക്കും, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് വേറെ കുട്ടിക്ക്. അപ്പോൾ ഓരോ കുട്ടികളുടെ ഇൻ്റലിജൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ഫീൽഡിലേക്കാണ് അവനെ പറഞ്ഞേക്കേണ്ടത്. അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ എന്താണ് ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ലൂസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര അക്കാഡമിക് സ്ട്രെസ്സാണ് ശരിക്കും അതിലൂടെ കുട്ടികൾ അനുഭവിക്കുന്നത്. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ കൂടെ ഇന്നിവിടെ വാഫി ഷിഹാദ് ആണ്. അദ്ദേഹം ഈ ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങളിലും മറ്റുമൊക്കെ ഇടപെടുകയും അതിനൊക്കെ സൊല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള കൂടെ നമ്മുടെ കൂടെ ഉണ്ടായതിനുള്ള സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.